ഹായ് ഗായ്സ്, അന്നൊരു കോൺക്രീറ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അന്ന് മനാഫ് ഖാൻ്റെ തണ്ടിൽ ഉളുക്കിയതാണ് കേട്ടോ. ഒരുപാട് വൈദ്യരെയും ഡോക്ടറെയൊക്കെ കാണിച്ച് നല്ല ക്യാഷ് ചിലവായി. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു സിമെൻറ്റ് ചാക്ക് പെട്ടെന്ന് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ തന്നെ ഉളുക്കി. പിന്നെ ഒരു രക്ഷയില്ല, നടക്കാനൊന്നും വയ്യ. അപ്പം നല്ല തണ്ടൽ വേദനയുണ്ട്. അതാണ് കൈ അങ്ങനെ വെച്ചിട്ട് പോണത്. നല്ല റെസ്റ്റിലാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു ബോർഡ് തേമാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. കാരണം മനാഫ്ക ഒരാണി അടിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരാണി അടിക്കുന്ന സ്ഥലത്ത് മനാഫ്കക്ക് 10 ആണി അടിക്കുക. അത്രത്തോളം ടൈം ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ കുറേ ദിവസത്തെ എഫേർട്ടിന് ശേഷം പലക അടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ബോർഡ് തേമ്പാനായിട്ടുള്ളത്. അവിടെ ഉള്ള പണിയാണ്. അപ്പോൾ ഞാൻ എന്നും സ്കൂൾ വിട്ടാൽ ഇങ്ങോട്ടാണ് വരിക, ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ. കക്കൂസ് ടാങ്കും വേസ്റ്റിൻ്റെ കുഴിയും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, JCB കൊടുന്നിട്ടാണ് ചെയ്തത്. നമ്മളിവിടെ നോർമലായിട്ടുള്ള കക്കൂസ് ടാങ്ക് കുഴിച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് അത് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റെഡിമെയ്ഡ് വെക്കുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ സേഫാണിത്. പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇതാണ് വെക്കുന്നത്. വെള്ളം തോടടുത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ ഒരു 2 അടി കുഴിക്കുമ്പോഴേക്കും വെള്ളം കാണുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് കുറേ ആയല്ലോ, പക്ഷെ എന്നാലും വെള്ളമുണ്ട്. അത്രത്തോളം വെള്ളം ഇങ്ങനെ കയറി വരും. അപ്പോൾ മഴക്കാലം കൂടെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടാങ്കൊക്കെ നിറയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ റെഡിമെയ്ഡ് വെക്കുന്നത്. പിന്നെ അതാ കണ്ടില്ല, അവിടെ ഒരു ലഞ്ച് ബോക്സ് ഇരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ വരുന്ന സമയത്ത് അമലുവിന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ചോറ് ആക്കിയതായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് വീടിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇനി മനാഫ്ക്ക് അത് മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചതാണ്, ഇന്നെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. പച്ച അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. 2 പേരും സ്കൂൾ വിട്ടിട്ട് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ മനാഫ് ഖാനോട് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അറിയുന്നില്ല, എനിക്ക് ആകെ അറിയുന്നത് ഇങ്ങനെ മിനുസാക്കൂലേ, അത് മാത്രമാണ് അറിയുള്ളൂ. പിന്നെ ഇവർ ചെയ്യുന്ന ഒരു സ്പീഡിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഈ മെറ്റൽ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇത് ചേർക്കുന്ന സമയത്ത്. അല്ലാത്തപ്പോൾ കുഴപ്പമില്ല, മെറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ സിമെൻറ്റ് കൂട്ടലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ലപോലെ കൂട്ടിയിട്ടില്ലെങ്കിൽ കട്ടാവുമല്ലോ. അപ്പോൾ അതാ ഞാൻ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിട്ട് പോവുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും, പക്ഷേ കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം നമ്മളിതിൻ്റെ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തേപ്പിനുള്ള മണ്ണെടുത്തിട്ടാണ് ബോർഡ് തേമ്പാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ സിമെൻറ്റും. കുറച്ചുകൂടി കൊട്ടിക്കോ, ഫുള്ള് കൊട്ടിക്കോ. ആവശ്യമില്ല, ഫുള്ള് കൊട്ടി. സ്ട്രോങ് വേണം ബോഡി. മതി തന്നെ. ഫുള്ള് കെട്ടോടെ. അച്ചോ നിങ്ങളവിടെ ആ വേലക്ക് കയറിപ്പോഴേ കയറി ഇറങ്ങുമ്പോ ഇങ്ങനെ ആ കുത്തു വെച്ച സാധനങ്ങൾ തട്ടിയിട്ടില്ല. മതി അത്രയൊന്നും വേണ്ട. ഇടുവാ ആ ചട്ടകളെ ചട്ടകം. ആ തട്ടാവോ? മറക്കി പുട്ടുപൊടി പരുവത്തിൽ കുഴച്ചെടുക്കണത്. പുട്ടുപൊടി അങ്ങനെ വേണ്ടേ.
ഫോണിൽ കൂടെ ഞാൻ വഴുതാനും ചെയ്യാ. കയ്യേറ്റ് വെച്ചോ, ഗ്ലാസ് കയ്യേറ്റ് വെച്ചോ. ബസ്സിലാക്കണ്ട, ബസ്സിലാക്കിയേ പോകില്ല കേട്ടോ. വെള്ളം ലൂസ് വേണ്ട, പുട്ടുപൊടി വരെ വേണ്ട കേട്ടോ. അച്ചോ അച്ചോ അമലോ അവിടെ എന്താ ചാക്കണ എനിക്കറിയില്ല. സിമെന്റ് ഉള്ളതാണോ അപ്പൊ ചോദിക്കണേ? അല്ലല്ല, സിമെന്റ് ഇല്ലാത്ത കാൽച്ചാക്ക് ശരിക്കും മിക്സ് ചെയ്ത് എനിക്ക് ആദ്യം ചാക്ക് കിട്ടിയാൽ മതി. ഇനി ഇത് ഒരു ചാക്ക് പോരാ, 3-4 ചാക്ക് വേണം. ഇനി 3 വേണം. പറ്റുമോ? മിക്സ് ചെയ്യോ? അങ്ങനെ പൊടിക്കൊന്നും വേണ്ട, നനവുണ്ടായാൽ മതി. അത് കുഴപ്പമില്ല. നോക്ക് നോക്ക്, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് മതി, അത് മതി, അത് മതി. എടുത്തിട്ട് വാ, കാണിച്ചു തരാം. വെച്ച കുത്ത് നോക്കി, ആ കുത്ത് തട്ടിയില്ലല്ലോ. എടാ അമ്മനു, ആ കുത്തെങ്ങനെ തട്ടിണ്ടോ? അവിടെ വെച്ച ആ പലക എങ്ങനെ തട്ടിണ്ടോ നടക്കുമ്പോ? ഏത്? കുഴപ്പമില്ല, പൊടിയപ്പുറത്ത് കൂടെ വീണ്ടും ഞാൻ ലൂസായിട്ട് തേമ്പ് തേമ്പിക്കഴിഞ്ഞാല് ഇറങ്ങിക്കൊണ്ടിരിക്കുക. എടുക്ക്. കൈകൊണ്ട് കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല. കൈകൊണ്ട് തരാം. വെള്ളം ഇതൊക്കെ പൊടി ക്യാമറയിൽ എന്ത് രസമായിട്ടാ വരുന്നത്. അത് നല്ല രസത്തിലപ്പാ. രസം പോയില്ലേ? ഇല്ല, ഇല്ല, എനിക്ക് പോയിട്ടോ. പൊടി എന്ത് രസത്തില് പോയില്ലേ? എനിക്കത്ര വലിയ രസം തോന്നുന്നില്ല കേട്ടാ. എന്റെ രസമൊക്കെ പോയി. അല്ല, ബെഡ്റൂമാ.